എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധാരണ ചേരുവകൾ മാത്രം മതി കേട്ടോ. ഒരു ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തീരെ പച്ചയായിട്ടുള്ള, അതായത് ഒട്ടും പഴുക്കാത്ത പഴം എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം മീഡിയം രീതിയിൽ ഒന്ന് പഴുത്തിട്ടുള്ള പഴം എടുക്കുക. നല്ല മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്നാക്കിന് എക്സ്ട്രാ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മീഡിയം രീതിയിൽ പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയൊരു പീസാക്കിയിട്ട് ഇതുപോലുള്ളൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള പഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂണിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഇപ്പം വലിയ മധുരമൊന്നുമില്ല, എന്നാലും ഒരു മീഡിയം രീതിയിൽ മധുരമുള്ള പഴമാണ് കേട്ടോ. അതുകൊണ്ട് ഇത് കറക്റ്റ് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ആദ്യം ഇത് നമുക്ക് രണ്ടും കൂടി അങ്ങോട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ട് ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്ക്, ഇതിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2.5 അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയെടുത്താണ് കേട്ടോ. തേങ്ങ നമ്മൾ ഈ ഒരു സ്നാക്കിൽ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ സ്നാക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് തേങ്ങ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ മൈദയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൈദയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും, ഗോതമ്പ് പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയായാലും ഗോതമ്പ് പൊടിയായാലും അതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല. നമുക്ക് ഈ ഒരു മാവ് ഒന്ന് ടൈറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മൈദയായാലും ഗോതമ്പ് പൊടിയായാലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഇതുപോലെ അങ്ങോട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരല്പം കൂടി നമുക്ക് ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ടുള്ള ഫോമിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത് കേട്ടോ. അപ്പോൾ സ്പൂൺ കൊണ്ട് കോരി നമുക്ക് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാവ് നല്ല ടൈറ്റ് ആയിരിക്കണം, എങ്കിൽ ഈ ഒരു സ്നാക്ക് അങ്ങോട്ട് ആ ഒരു തിക്കായിട്ട് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തിക്ക് ഫോമായിട്ട് വരുന്നവരെ നന്നായിട്ട് മൈദ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു സ്നാക്കിനുള്ള നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. നമ്മൾ സ്പൂൺ വെച്ചിട്ട് താഴോട്ടിടുന്ന സമയത്ത് ഇതുപോലെ കട്ടയായിട്ട് താഴോട്ട് വിടണം. ഇനി ഇത് നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏലക്കായുടെ ഒരു 3-4 കുരു ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 2 ഏലക്കായുടെ കുരുവൊക്കെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു ഏലക്കായുടെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതേ ഒരു പാനിൽ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ട് മാവ് നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ സ്കൂപ്പർ ഉപയോഗിച്ചിട്ടാണ് മാവ് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കുറച്ചായിട്ട് ഈ ഒരു എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു ഭംഗിക്കും ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂപ്പർ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ പഴമാണ് മെയിനായിട്ട് ചേർത്ത് കൊടുത്തത്. പഴം ഒരു നമ്മൾ ഹൈ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിക്കൊക്കെ കിട്ടും, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതേപോലെ ഉള്ളൊട്ട് വെന്തിട്ടും ഉണ്ടാവില്ല, മൈദയാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പഴത്തിൻ്റെ ഭാഗം ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കുക. അതേപോലെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇത് കറക്റ്റ് ഈ ഒരു പുറം ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കറക്റ്റ് ഈ ഒരു കളറാവുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ പുറം ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരികയും ചെയ്യും, ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വശം നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു 2 പഴം വെച്ചിട്ട് ഈ ഒരു അളവിലാണ് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇതേ പുറമേ നല്ല സോഫ്റ്റായിട്ടുള്ള ഈ ഒരു സ്നാക്കാണ്, അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചുമ്മാ പറയല്ല, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഏകദേശം ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് തേങ്ങ ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു സൂപ്പറായിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. പിന്നെ മധുരം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ഇടുക കേട്ടോ. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഞാൻ അതേ അളവിൽ ഇടേണ്ട ആവശ്യമില്ല, കൂടുതലൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനൊട്ടും മധുരം ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.